പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ 5 കൊല്ലം മുമ്പാണ് നമ്മുടെ വീടും പരിസരവും എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെയേറെ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിലും വീടിൻ്റെ ചുറ്റുവട്ടത്തും സംഭവിച്ചു. പെട്ടെന്ന് മാറ്റല്ല, കാലാനുസൃതമായി 7 കൊല്ലമായി നമ്മൾ യൂട്യൂബ് ആരംഭിച്ചു. തൊട്ട് നമ്മുടെ കൂടെയുള്ളവർക്ക് ആ മാറ്റങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇന്നാള് അനീഷ് കുന്നത്തുവളപ്പിലാന്നുകൊണ്ട് എൻ്റെ ഓർമ്മ, അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ നമ്മുടെ അന്നത്തെ ആ വീഡിയോയും ഇപ്പോഴത്തെ ഇതും തമ്മിലൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ട് താരതമ്യം കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഒരു വീഡിയോ തയ്യാറാക്കാൻ. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് രസമായിരിക്കുമല്ലോ. ഞങ്ങളത് ഇടയ്ക്ക് കാണുന്ന വീഡിയോ ആണേ. നമ്മുടെ വീടിന്റെ ചുറ്റും ഇങ്ങനെയല്ലേ ആയിരുന്നേ എന്നുള്ളത് കാണാൻ പറ്റില്ല നമുക്ക്. അപ്പം ഞങ്ങളത് കാണാറുണ്ട്. ഞങ്ങൾക്ക് വന്ന മാറ്റവും ഭയങ്കരമാണ്. ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രൂപത്തില്, സ്വഭാവത്തില്, സംസാരത്തിലും ഒന്നും ഒരു മാറ്റമില്ല. അതുപോലെ തന്നെ സംസാരമൊക്കെ അല്ലേ, തോന്നണില്ലേ മാറ്റം വന്നു തോന്നുന്നു. അപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സിന്, പണ്ടത്തെ നമ്മുടെ വീടിന്റെ പരിസരം എങ്ങനെയാണെന്ന് അറിയാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കാണാനും പഴയവർക്ക് ആ ഓർമ്മകൾ ഒന്നുകൂടി പുതുക്കാനും അതിന്റെ കുറച്ച് ഭാഗം കാണിച്ചു തരാട്ടെ. വീടിന്റെ പരിസരം ചുറ്റും ഇവിടെ ഫ്രണ്ട് ഭാഗം മാത്രം. ഫ്രണ്ട് ഭാഗം ആദ്യം ഓരോ ഭാഗം നമ്മൾ കാണിക്കുന്നതിനനുസരിച്ചിട്ട് കാണിച്ചു പോവാം. കാണിക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ വീഡിയോന്റെ ക്ലിപ്പാണ് കേട്ടോ, അല്ലാണ്ട് നമ്മുടെ വേറെ ക്ലിപ്പുകളായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. നമ്മുടെ പാചകത്തിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാണാന്നല്ലാണ്ട്. അപ്പൊ അതിന് ക്വാളിറ്റി ഇത്തിരി കുറവായിരിക്കും, നമുക്ക് കാണാം കേട്ടോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടില് മരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ. അപ്പൊ ആദ്യം തുടങ്ങുന്നത്, അതായത് നമ്മൾ നട്ടു വളർത്തിയ മരങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിന്റെ അവിടെ നിന്നിട്ട് അല്ല അല്ലാത്തതുകൊണ്ടല്ലേ, പ്ലാവൊക്കെ വലിയ പ്ലാവൊക്കെ ഉണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ ഇതിലേക്ക് കിടക്കാം. ഇങ്ങനത്തെ ഗേറ്റും വീഡിയോ അത് കണ്ടില്ലേ? അപ്പൊ കണ്ട എന്താ മാറ്റം? ഇവിടെയാണ് ഇത് അല്ലേ, അത് തന്നെയാണ് ഉൾപ്രേക്ഷയുടെ ലക്ഷണം പോലെ അല്ലേ. ഈ ഗേറ്റാണ് ആദ്യത്തേത്. ഈ കടപ്പ വിരിച്ചു. ഇവിടെയൊക്കെ നിറച്ച് മരങ്ങളായിരുന്നു. അതില് നിറയെ മരങ്ങളായിട്ട് എല്ലാത്തിൻ്റെയും വേര് പൊന്തി. ഇവിടെയൊക്കെ തേക്കുണ്ടായിരുന്നു. ഒരു തേക്കിന്റെ കുറ്റിയിലാണ് ഇതൊക്കെ. കുറച്ച് നാള് മുന്നല്ലേ ഇതൊക്കെ പിന്നെ പഴുത്തിട്ടില്ല. പഴുത്താ? ഓ ഒരു മാവ് പോയിച്ച് ഇപ്പൊ തുടങ്ങിയല്ലോ. ഇത് കാലാപ്പാടി, എന്താ അതിന് പേര് അറിയില്ല, ഏതാണാവോ വെച്ചിട്ടുള്ള കാരണം. ഇതൊക്കെ ഈ മരങ്ങള് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ വെച്ചിട്ടുള്ളതാണ്. ഈ മാവ്, അബിയു, ചെറിയ മാവ്, അവിടെ മാവ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മഹാഗണികൾ കെട്ടിയിട്ട് മഹാഗണികളായിരുന്നു. പിന്നെ ഇവിടെ വലിയൊരു നീർമരുത് ഉണ്ടായിരുന്നു. ഇവിടെ സരിത ഇങ്ങനെ ഒരു നീർമരുതിനെ, ഇങ്ങനെ സരിതയുടെ നാളിൻ്റെ മരമാണ് നീർമരുത്. അത് ചിലപ്പോൾ വില കുരുത്തക്കേട്ടിന് അത് വീട് വിളിക്കാൻ ചെരിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ വേരില്ലേ ഭീകരമായി വേര്, അത് ഈ വണ്ണൊക്കെ ഉണ്ട്. ആ വേര് ഇങ്ങനെയാണ് വീടിൻ്റെ അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇവിടുത്തെ ഇതിലെ ഇവിടുത്തെ കടപ്പ പൊന്തി, വേര് പൊന്തിട്ടേ. പിന്നെ ഇതൊക്കെ വിണ്ടു, ഈ സാധനമൊക്കെ വിണ്ടു. പിന്നെ അത് മാത്രമല്ല, ഈ പൈപ്പുകളൊക്കെ ഇതിൽ പോയിട്ടുണ്ട്, കേബിൾ പോയിട്ടുണ്ട്. അതിനൊക്കെ തിക്കി ചിലപ്പോൾ അതൊക്കെ മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ലൈറ്റുകൾ അങ്ങനത്തെ ഇതുകൾ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടപ്പ ഫുള്ള് വിരിച്ചു. ഇവിടെ ഇത് പണിതുണ്ട് നടന്നില്ല. ഇങ്ങനൊരു ഒരു പോണ്ട്. ഇത് കാറുണ്ട്. ഇങ്ങനെ പോണ്ട് പണിതു. പിന്നെ
ഇവിടെ ഇല്ലാത്തൊരു സാധനം നമ്മുടെ ട്രീ ഹൗസാണ്. കടങ്ങന ട്രീ ഹൗസിൻ്റെ ഇത് ഫ്രെയിം പണം തിട്ടിട്ട് കൊല്ലം 4 ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തേക്ക് 4 കൊല്ലാവും. അത് പൂർത്തീകരിക്കണം. അപ്പോൾ ഇവിടെ തോന്നുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഇവിടുത്തെ മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല. ഈ കള്ളിയിലത്തെ ഇതൊരു കള്ളിയല്ലായിരുന്നേ. ഇവിടെ സരിത ഇങ്ങനെയാണ് മിറ്റടിച്ചുകൊണ്ടിരിക്കുക. അതായത് കേരളത്തിലത്തെ ഏറ്റവും വലിയ മിറ്റടിക്കാരി എന്നുള്ള പദവി സരിതയ്ക്കായിരുന്നു. ഒരു 1.5 മണിക്കൂർ നേരം ഈ വീടിൻ്റെ ചുറ്റും പരിസരം ഫുള്ള് മിറ്റടിക്കൽ തന്നെയായിരുന്നു എല്ലാ ദിവസവും. ചവറ് വാരി മിറ്റടിക്കൽ ഒരു ഹോബിയായിരുന്നു സരിതയ്ക്ക്. ഇപ്പം അതില്ലാത്ത കാരണം ഇവിടെ വണ്ണം വെച്ചു എന്നാണ് പറയുന്നത്. അത് കാരണം മിറ്റടിക്കൽ ഒരു നല്ല വ്യായാമമായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരീരം ഇങ്ങനെ പൊങ്ങില്ല എന്നാണ് തോന്നുന്നത്. കുഞ്ഞിക്കൂടും. അല്ല, അന്ന് മിറ്റടിച്ച് വരുമ്പോൾ എനിക്ക് അങ്ങനെ 1.5 മണിക്കൂറൊക്കെ നിർത്താണ്ടൊക്കെ അടിച്ചു വാരി കഴിയുമ്പോൾ എനിക്ക് ഒന്നും തോന്നാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് സമയം അടിച്ചു വാരി കഴിയുമ്പോഴത്തേക്കും എനിക്കിവിടെ കഴപ്പ് പ്രായമല്ലേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുമൂലമൊക്കെ ഞാനും ചോക്കൊക്കെ കയറി കളിക്കുമായിരുന്നു മരത്തുനിന്ന്. ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു സാധനം, ഈ ബെഞ്ച് നമ്മുടെ വീട് മറ്റേ കടപ്പിട്ട ടൈമിൽ തന്നെയാണ് ഇത് പണിതത്. ഇതും ഒരു സുനിലേട്ടനാണ് ഇതാക്കിയത്. അപ്പൊ ഇത് റീപെയിന്റ് ചെയ്യാറായിരുന്നു. പൂപ്പലായി. അന്ന് തന്നെ ഇത് പണിതിട്ടപ്പോ കമന്റ്സ് ഉണ്ടായിരുന്നു, ഇത് ഇത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, ഇതുമ്പോ മഴയും വെയിലും കൊണ്ട് പൂപ്പൽ വരുന്നു. അപ്പൊ 4 വർഷം ചെറിയ പൂപ്പലുള്ള, പക്ഷെ ഇപ്പോഴും ഇത് അടിപൊളി തന്നെയാണ്. പണിയുടെ മികവ് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റും. ഇന്നാള് എൻ്റെ അമ്മായിയുടെ മക്കളൊക്കെ ആയിട്ട് നമ്മളിവിടെ കൂടിയില്ലേ ഈസ്റ്ററിൻ്റെ അന്ന് ധന്യം അവരൊക്കെ അവർ വിചാരിച്ചത് ശരിക്കും മരത്തിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ഇത്രയും പോന്ന മരത്തിൻ്റെ പീസൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് ചോദിക്കുക എൻ്റെ അടുത്ത്. അങ്ങനെയല്ലേ ചോദിച്ചേ, കൊണ്ട് ഉണ്ടാക്കിയതാന്ന് അവര് വിചാരിച്ചേ. ഇന്നാളെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ അവർ പഠിച്ചിട്ടാണ് ഇന്റർവ്യൂ ചെയ്തത് ഞങ്ങളെ. അപ്പോൾ ഇത് ഇപ്പോഴും ഇതിൻ്റെ സുനിലേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഇതിൻ്റെ പെയിന്റ് വെറുതെ പെയിന്റ് അടിക്കണമല്ലേ, ഇതിന് കലാപരമായിട്ട് തന്നെ പെയിന്റിങ് ചെയ്യണം. മരത്തിൻ്റെത് നമ്മുടെ ശിവനെ അവർക്ക് പറ്റില്ല, സാധാരണ പെയിന്റ് അടിക്കാർക്ക് പറ്റില്ല. അപ്പോൾ സുനിലേട്ടൻ വന്നിട്ട് തന്നെ ചെയ്തരേണ്ടി വരും. 27,000 രൂപയാണ് ഇതിന് വന്നിട്ടുള്ള ആകെ ചെലവ് കേട്ടോ ഈ ബെഞ്ച്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിപ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് എവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക്. അതന്നെ, ഒരു പാർക്കിൻ്റെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക്. ഞങ്ങൾക്ക് പാർക്കിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഈ പാർക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടികൾ ഈ മറ്റേ റൗണ്ടിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആളുകൾ കണ്ടമാനുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വല്ല ഈ ജ്യൂസ് അങ്ങനത്തൊക്കെ നമുക്ക് കപ്പലണ്ടി പൊതി അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളൂ. അത് നമ്മൾ തന്നെ അകത്ത് പോയിട്ട് എടുത്തിട്ട് വരണം. ചായ കുടിക്കണം തോന്നുമ്പോൾ നമ്മൾ തന്നെ പോയിട്ട് വെച്ചിട്ട് വന്നിട്ട് കുടിക്കണം. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നല്ലൊരു ഊഞ്ഞാല് ഇത് അങ്ങനെ ഇത് നമ്മുടെ സുമേഷാണ് പണം തന്നെ കേട്ടാ. പക്ഷെ ഇത് എനിക്ക് നീല ഗ്ലാസ് ഇട്ടത് എനിക്ക് ഇഷ്ടമായിണ്ടായിരുന്നില്ല. എനിക്ക് അവര് ചോദിച്ചില്ല ഏത് കളറാ വേണ്ടേ. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ഇത് നീല മാത്രം ഉള്ളായിരിക്കുമോ ചോദിച്ചപ്പോഴാവൻ പറഞ്ഞേ വൈറ്റ് ഉണ്ട്, ഈ ഗ്രേ കളർ ഉണ്ട്, നീലി ഉണ്ട്, പിന്നെ അതാ കറുപ്പ, അങ്ങനെ ഏതോ 4 കളറുണ്ട് ഇത്ര. അപ്പം ഞാൻ പറഞ്ഞു ഗ്രേ വാങ്ങിക്കണ്ടേ, ഗ്രേ അല്ലേ നമ്മുടെ ഈ ഓടുമ്പിലൊക്കെ മേലെ വരണത്. ഇവിടെ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ അല്ലേ മൊത്തം വരണേ. പിന്നെ അതുപോലൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതില് ഇത് വെച്ചപ്പോൾ ഇതിൻ്റെ അടിഭാഗം നീല പെയിന്റ് ആയിരുന്നു. അത് മാറ്റിയത് ഞങ്ങൾ പറഞ്ഞില്ല. വീഡിയോകളിൽ കണ്ടപ്പോൾ കുറേ പേര് കമന്റ് ഇട്ടുണ്ടായി ഇത് മാറിയല്ലോ എന്ന് ചോദിച്ചിട്ട്. അന്ന് അത് പണി കഴിഞ്ഞതിൻ്റെ വീഡിയോ ഇട്ടതിൽ മുഴുവൻ 90% കമൻസും നീല പെയിൻറ്റ് ഭംഗിയില്ല, ഗ്രേ ആയിരുന്നു നല്ലതെന്ന് പറഞ്ഞിട്ടായിരുന്നു. അന്ന് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ വെള്ള വരണ കാരണം അടിയിൽ ഗ്രേനേക്കാളും നീലയായിരിക്കും ഭംഗിയെന്ന് അവർ പറഞ്ഞു, പിള്ളേർ പറഞ്ഞു, ശിവയും മഹേഷും. ഞാൻ കിടന്നുറങ്ങുക എന്തുട്ടായിരുന്നു തോന്നുന്നുണ്ട്, അകത്തായിരുന്നു ഞാൻ. കുറേ സമയം കഴിഞ്ഞിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് അകത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ മതിലിന് വന്നൊരു ഭംഗി സരിത ഇത് നോക്കിയായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തന്നപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. നീല പെയിന്റ്, ഒരു വൃത്തികെട്ട നീല. ഞാൻ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയപ്പോൾ ഞാനിങ്ങനെ തലയിൽ ചോദിച്ചു നിന്നു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത്. എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായ കാര്യം, എനിക്കിത് ഒട്ടും ഇഷ്ടമായിട്ടില്ല നീല. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ചേച്ചി ഗ്രേ ഭംഗി ഉണ്ടാവില്ല, നീലയാണ് ഇതിന് കൂടുതൽ ഭംഗി, നീല അടിക്കുമ്പോഴാണ് ഈ വെള്ള ഈ ഫെൻസിങ് ചെയ്തതിന് എടുത്ത് കാണിക്കുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് എന്തൊക്കെ തന്നെയായാലും ഗ്രേയുടെ ഭംഗി കിട്ടില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും സാരില്ല, ഇത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ സാരില്ല എന്നിട്ട് ഞാനൊന്നും മിണ്ടാണ്ട് ഞാൻ പിന്നെ അത് കയറി പോകുന്നു, നമുക്ക് വേണേൽ മാറ്റാം. അപ്പം അവർ പെട്ടെന്ന് മഹേഷ് പറഞ്ഞു, എടാ എന്നുവെച്ചാൽ വേഗം നമുക്കിത് ഇപ്പം ഈ നീലര മേലെ കൊത്തുകടിക്കണം
അപ്പോൾ ഈ നീലയുടെ മേലെ കൂടെ ഗ്രേ അടിക്കാൻ പറ്റില്ല. പിന്നെ വീണ്ടും പ്രൈമർ അടിച്ചിട്ട് പിന്നെ വേണം ഗ്രേ അടിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിനൊന്നും നിൽക്കണ്ട, സാരല്ലേ ഇതന്നെ ഇങ്ങനെ കിടക്കട്ടെ, ഇനി നമ്മളിനി കുറച്ച് 1-2 കൊല്ലം കഴിയുമ്പോൾ പെയിൻറ്റ് മാറ്റില്ല അപ്പം ചെയ്യാം. അത് ഇനി വീഡിയോ ഇട്ടില്ലേ, വീഡിയോ ഇട്ട അതിലത്തെ കമൻസ് അവരും വായിച്ചു. അപ്പോൾ അവർ അന്ന് തന്നെ വൈകുന്നേരം അവർ പണി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് പെയിൻറ്റും വാങ്ങിച്ച് വന്നിട്ട് 2 മണിക്കൂർ സമയം ഒരു 6-6:30 വരെ നിന്നിട്ട് സ്പീഡിൽ അത് അവരടിച്ചിട്ടിട്ട് പോയി. അവർക്ക് ഭയങ്കര വിഷമമായി അത് കണ്ടിട്ട്, കമൻസ് കണ്ടപ്പോഴേ. പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവൾക്ക് എനിക്ക് വന്നാൽ മതി പെയിന്റ് അടിക്കുന്ന ടൈമില് ഞാൻ അങ്ങനെ അറിയാ പെയിന്റ് അടിച്ചാൽ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, കുറെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കൊടുത്തു. പിന്നെ ഇവിടത്തെ പറയും ചേട്ടാ, പിന്നെ ഇവിടെ ഒരു ഷെഡ് കണ്ട, ഇങ്ങനെ ഷെഡ് പണിതു. ഇതിപ്പോൾ നമ്മുടെ സ്കൂട്ടർ, സൈക്കിള് ഇത് വയ്ക്കാൻ, പിന്നെ നമ്മുടെ ചാർലിനെയൊക്കെ പൂട്ടിയിടാനായിട്ട് ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കിടക്കാനായിട്ടുള്ളൊരു സ്ഥലമായി മാറി. പിന്നെ ഇവിടെ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല, കാരണം ഈ പുളിമരം ഇതൊന്നും വെട്ടിയില്ലേ, പുളി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ, പുളിയുടെ ഇല വീണിട്ടേ. പിന്നെ ഈ തറയുണ്ടായിരുന്നു ഒന്നുകൊണ്ടല്ലേ, തറയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ പ്ലാവിൻ്റെ കടയ്ക്ക് നിന്നിട്ട് കുറേ ചക്കകളുണ്ടായിരുന്നു ഈ പ്ലാവുമ്മേ, അവിടെ നിന്നിട്ടാണ് ആദ്യത്തെ വീഡിയോ എടുത്തത്. ഇനി ഈ വശം പറയുകയാണെങ്കിൽ ഈ കടപ്പൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ടിട്ടു. ഇവിടെ നിറയെ പുല്ല് പിടിപ്പിച്ചു. ഇതാണ് നമ്മുടെ തൊഴുത്ത്, അതിൽ കണ്ടറിയാം. ഇവിടെ നിറയെ മഹാഗണികളായിരുന്നു, നിറയെ മഹാഗണികൾ നിറച്ചായിരുന്നു. ഇവിടെ നമുക്ക് ഇവിടെ ഉള്ള ഭാഗം ഒന്ന് കാണാട്ടാ. ഇവിടെ നിറച്ച് മഹാഗണി ഉണ്ടായിരുന്നു, ഒരു ഇലഞ്ഞി ഉണ്ടായിരുന്നു. ആ ഇലഞ്ഞീര നടന്നിട്ട് ഞാനൊരു പാട്ടും പാടുന്നുണ്ട് ആ വീഡിയോയിൽ. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽ കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. രജതരേഖകൾ നിഴലുകൾ പാകി, രജനീഗന്ധികൾ പുഞ്ചിരി തൂകി. ഈ നിലാവിൻ നീലഞ്ഞൊറികളിൽ ഓമനേ നിൻ പാവാട ഇളകി. കൊഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ അകന്നുവോ പൊൻചിലമ്പൊലികൾ. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരും. പിന്നെ ഇത് നമ്മുടെ പുല്ലൂടായിരുന്നു, പുല്ലുകൂട്. അത് ഒരു മറ്റേ ഫിഷ് ടാങ്ക് അക്വേറിയാക്കി മാറ്റി. വെള്ളം മാറ്റാറായി തുടങ്ങിയിട്ടുണ്ട്, തിരിച്ച് പച്ചക്കളർ. വൈകുന്നേരം കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൽ കോഴികളുണ്ട്. ഇതൊന്നും നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് കംപ്ലീറ്റ് മാറ്റി. ഇവിടുത്തെ മരങ്ങൾ മുറിക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിറയെ മഹാഗണികളല്ലേ. ഈ മഹാഗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണം വെച്ചാൽ പോലെ വലുതാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവറ്റുള്ള വേരുകൾ, കടകളൊക്കെ ഭയങ്കര കടകളാണ്. ഈ വേരുകളൊക്കെ ഇങ്ങനെ ഈ വീടിൻ്റെ തറയുടെ അവിടേക്കും ഇവിടേക്കൊക്കെ പോയിട്ട് പൈപ്പുകളും, അത് അവിടുത്തെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ അത് ഈ മരങ്ങളൊക്കെ വെക്കുമ്പോഴേ തന്നെ നമ്മുടെ അച്ഛനും ഇവിടത്തെ അച്ഛനൊക്കെ പറയാറുണ്ട്, ഈ കാട്ടുമരങ്ങൾ വെക്കല്ലേ. അച്ഛനും പറയാറുണ്ട് വീടിനും ദോഷമാണ്. അമ്മയാണ് പറയാറ് എന്നിട്ടെങ്കിൽ ഉണ്ടാവണ വല്ല സാധനങ്ങൾ നമ്മൾ തിന്നില്ലെങ്കിലും വല്ല കിളികൾ കണ്ണറക്കണെങ്കിലും തിന്നാലോ എന്ന് പറഞ്ഞിട്ട്. അമ്മ അതേ വലിയേട്ടൻ്റെ വീടിൻ്റെ പറമ്പ് ബാക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നിറച്ച് മാവ് വെച്ചിട്ടുണ്ട്. അത് അമ്മ വെച്ചിട്ടുള്ളതാ. അങ്ങനെ അപ്പോൾ അതിൻ്റെ നഷ്ടം നേത്താനായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ വെച്ചു. മാങ്കോസ്റ്റീൻ, മാവുകൾ, അബിയു, ഇത് റംബുട്ടാൻ, ഇത് വേറെ മാവ്, ഇത് ലോങ്ങൻ, അതിൻ്റെ അപ്പുറത്ത് വേറെ മാവ്, അതിൻ്റെ അപ്പുറത്ത് മറ്റേ നമ്മുടെ ഈ ചക്ക, മറ്റേ വിയറ്റ്നാമേർലി, പിന്നെ ഇത് അബിയു, ഇത് വേറെ കുഞ്ഞ് വേറെ ടൈപ്പ് മാവ് കടാ. നമ്മൾ
മരങ്ങളെ അപ്പാടെ അങ്ങോട്ട് മാങ്ങിൻ്റെ ഇത് കണ്ട അപ്പാടെ ആ സമയത്തെ അന്ന് മരങ്ങൾ വെക്കുമ്പോൾ ചേട്ടന് തണല് കിട്ടുക എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. തണല് വീടിന് ചുറ്റും നല്ല തണലായിരിക്കണം, കാട് പോലെയാവണം. കാട് എന്നല്ല കാവ് എന്നാണ് ചേട്ടൻ പറയാറ്. ഒരു കാവായിരിക്കണം. ഈ മരങ്ങൾ നിറച്ച് വെച്ചിട്ട് ആ മരത്തുമ്മലൊക്കെ നിറച്ച് വള്ളിപ്പടർപ്പുകൾ കയറ്റി വിട്ടിട്ട് വള്ളികൾ നിറഞ്ഞ് തൂങ്ങി കിടന്നിട്ട് അങ്ങനെയായിരിക്കണം വീട്. അങ്ങനെയാ പറയാറ്. അങ്ങനത്തെ ഒരു സങ്കല്പമായിരുന്നു. അപ്പൊ നോക്കിയപ്പോ പെട്ടെന്ന് വളരണ മരം ആണ് മഹാഗണി. അങ്ങനെ മഹാഗണി ഒരു ദിവസം പോയിട്ട് 60 എണ്ണം വാങ്ങിച്ചോണ്ടെന്ന് വെച്ചത്. അത് ശരിയാ. അപ്പൊ നമ്മുടെ തോട്ടത്തിൽ കോഴിക്കൂടായി. പിന്നെ ഇവിടെ കണ്ട ഈ റംബുട്ടാനൊക്കെ ഉണ്ടായി തുടങ്ങി. ഇവിടെ മഹാഗണികളായിരുന്നു, പക്ഷെ റംബുട്ടാനൊക്കെ വലുതായി തുടങ്ങി. അതങ്ങനെ. ഇനി പിന്നെ നമ്മുടെ ബാക്കിലേക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് എന്ന് പറഞ്ഞത് അവിടെയായിരുന്നു. കോഴിക്കോട് പിന്നെ ആ സമയത്ത് നമ്മൾ ഇവിടെയും ഈ ഭാഗങ്ങളിലും ആ സൈഡും മെയിനായിട്ടും കൃഷി ചെയ്ത് തുടങ്ങി. അടുക്കളത്തോട്ടം ചെറുതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് വെച്ചോണ്ടിരുന്നത്. പിന്നെ ഇവിടെ കുടിയില് ഇവിടെയായിരുന്നു പച്ചക്കറി അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അവസാനം വന്ന മാറ്റം ഇവിടെ ഏറ്റവും അവസാനം മാറ്റം വരുത്തി. ഇവിടെ മാറ്റം വരുത്തിയത് അല്ല അല്ലേ, ഫെൻസാണ്. ഫെൻസിങ് ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളാണ് ലാസ്റ്റ് ആക്കിയതാ. ഇവിടെ ഇതിന് മുകളിലേക്ക് ഈ കടലാസ് റോസ ബോഗൺവില്ല ഇങ്ങനെ പടർത്തി ഈ കോഴിക്കോട് മുകളിൽ ഇത് നല്ലപോലെ വരുന്നുണ്ട്. ഇപ്പോൾ വളർച്ച ആയി തുടങ്ങി നന്നായിട്ട്. ഇവിടെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഇതിങ്ങനെ നല്ലൊരു ഉണ്ടയായിട്ട് നിറച്ച് പിങ്ക് മജന്ത കളറിൽ ബോഗൺവില്ല പൂ ഉണ്ടായിരുന്നു. അത് ചേട്ടൻ ഒരു ദിവസം കണ്ടു കയറിയൊക്കെ വെട്ടണത്. അല്ല, അതിന് ഞാനിങ്ങനെ കയറ്റി ഇങ്ങനെ മറച്ച് ഇടാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ താങ്ങണില്ലേ, അത് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ ചില്ലകളാണ്ട് ഇവിടുത്തെ വെട്ടി കളഞ്ഞപ്പോൾ അവൻ ഇത് ശരിക്കായി. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പറന്നൊക്കെ കയറിയുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ കമ്പോസ്റ്റ് കുഴിയാണിത്. കമ്പോസ്റ്റ് അതായത് ഇവിടെയൊക്കെ അടിച്ച് വരെ ചപ്പും ചവറൊക്കെ ഇതിലിട്ട് കൊടുക്കും. ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളവും അത് നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് അവിടേക്ക് കൊണ്ടുപോകും. പിന്നെ ഇതൊക്കെ പുതിയതായിട്ട് വെച്ചാണ് കേട്ടോ. ഇതൊക്കെ അവർ ഒരു തവണ മതിലൊക്കെ ഇടിഞ്ഞ് വീണതാണ് ആ പറമ്പുകാരെ. അവരിന്നിട്ട് കെട്ടി ഭംഗിയാക്കി നമ്മൾ സൈഡൊക്കെ തേച്ച് ഇവിടെയൊക്കെ നിറയെ പൊത്തുകളായിരുന്നു. പിന്നെ ഇവിടെ പണിതിട്ടുള്ളത് ഈ അമ്മി, ആട്ടുകല്ല്, പിന്നെ നമ്മുടെ ഇവിടെ ഒരു അടുപ്പ്. ഈ കുടിയിൽ പണിതായാലും ഓലയായിരുന്നു. പിന്നെ പുക വരുന്ന ടൈപ്പ് സാധാ അടുപ്പായിരുന്നു. അതന്നെ. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഞങ്ങൾ പാചകം ചെയ്തിനായിരുന്നു, പുകയില്ലാത്ത അടുപ്പായിട്ട് മാറ്റി ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു നല്ല സ്ഥലമായിട്ട് മാറി. ഞങ്ങൾക്ക് ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കേട്ടോ. എവിടെ വേണമെങ്കിലും ഇരുന്ന്. ഇപ്പോൾ ഇവിടെയൊക്കെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. കാറ്റും കൊണ്ടിരിക്കാം, ചായ കുടിക്കാം, വർത്തമാനം പറഞ്ഞിരിക്കാം, വീഡിയോ ചെയ്യാം, പാചകം ചെയ്യാം, കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെയൊക്കെ ഇതുമൊരു കുരുമുളക് ഉണ്ടായിരുന്നു. കുരുമുളക് ഉണങ്ങിപ്പോയി. പകരം നമ്മളിപ്പോൾ ഇവിടെ പച്ചക്കറി ഇപ്പോൾ ചെയ്യുന്നില്ല, കുരുമുളക് അതും വരുന്നുണ്ട്. അപ്പോൾ ഒരു ബോഗൺവില്ല അത് ഇപ്പോൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ കെട്ടി ഇതുമേ ശരിയാക്കിയിട്ട് മുകളിലേക്ക് പടർത്തണം. കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ നല്ല കളറിൽ ബോഗൺവില്ല നിറഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളില്ലേ, ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒരു ഇതൊക്കെ നമ്മുടെ ഐഡിയ ഇല്ല കേട്ടോ, സാധ്യത ഐഡിയാണ്. അയ്യോ എന്താ ഐഡിയ ഏത്? ഇതൊക്കെ ഒന്നും എൻ്റെ ഐഡിയ ഇല്ല. കുടിൽ എനിക്ക് ഇവിടെ പണിയണത് ഇഷ്ടമുണ്ടായിരുന്നു. അവിടെ മതി. പിന്നെ തൊഴുത്ത് കോഴിക്കൂട് ചുറ്റും ഗ്രില്ലിട്ട് ഞാനാ പറഞ്ഞ അങ്ങനെ ചെയ്യാം. മറ്റേ ഫിഷ് ടാങ്ക് അരുങ്കോക്ക് പറഞ്ഞിട്ടാണ്, നമ്മുടെ മരം വെട്ടാൻ പറ്റുന്ന അരുങ്കോക്ക് പറഞ്ഞിട്ടാണ്. ഈ ഫെൻസിങ് എൻ്റെ ആഗ്രഹം ഇതാണ്. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് പുല്ലിടുള്ളതൊക്കെ ചേട്ടൻ്റെ ഐഡിയ. ഈ നിറച്ച് ഇവിടെ പുല്ലിട്ട് അവിടെ നിറച്ച് പുല്ലാക്കിയതൊക്കെ. പിന്നെ മീൻകുളം സ്വിമ്മിംഗ് പൂളാക്കിയത് ചേട്ടൻ്റെ ഐഡിയ ആണ്. പിന്നെ ഈ കൂടാരം ഉണ്ടാക്കിയത് അതിൻ്റെ ഉള്ളിലേക്കുള്ള സാധനം വാങ്ങിച്ചതൊക്കെ ചേട്ടൻ്റെ ഐഡിയ. കാരണം സജീവൻ്റെ അവിടെ ആ സാധനം വാങ്ങിച്ചിട്ട് കണ്ടപ്പോഴാണ് ചേട്ടന് ഇത് വാങ്ങിച്ചിടാൻ തോന്നിയത്. വാങ്ങിച്ചിട്ട് പിന്നെ വെയിലായി. അല്ല, എൻ്റെ ഐഡിയ ആണെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. അതിന് മുന്നേ എവിടെ നമ്മൾ അലക്കല്ല് ഉണ്ടായിരുന്നത്, അവിടെയാണ് നമ്മുടെ അലക്കല്ല് അല്ലേ? അവിടെ ഒരു അലക്കല്ല് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതൊക്കെ മാറ്റി ഇവിടെ ഭംഗിയിൽ വൃത്തിയിൽ അവരെ മാറ്റി സെറ്റാക്കി. ഇതിന് മാത്രമേ കല്ല് ഭംഗിയാക്കി. ഇവിടെയൊക്കെ പുല്ല് പിടിപ്പിച്ചു.
പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൃഷിയുടെ അവസ്ഥ ഭയങ്കര മോശമാണ്, പരിതാപകരം. അപ്പോൾ നമ്മുടെ കൃഷിയുടെ അവസ്ഥ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് 5-6 തെങ്ങാണുള്ളത്. അപ്പോൾ തെങ്ങിൻ്റെ കടയൊക്കെ ഇങ്ങനെ നന്നായി മാന്തി ഇതിൽ ചവറ് ചേട്ടാ അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പുണ്ടാവും, വലിയ ഇത് കാണിച്ചിട്ട് പോകുന്നോ? ചവറ് ഇട്ട് നിറച്ചു. ഇനി ഇടയ്ക്ക് ഒരു തടൻ്റെ ഇത് പൂടാറായി തുടങ്ങി, പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇവിടെ നിറയെ പുല്ല് പിടിപ്പിച്ചു. ഇവിടെ കൃഷി ചെയ്ത് തുടങ്ങിട്ടാ. അപ്പോൾ ഇവിടെ നിറയെ മരങ്ങൾ പിടിപ്പിച്ചു. ഇപ്പോൾ ഇതിനെന്താ പറയാ സരിത? അവക്കാടോ ഒരെണ്ണം വെച്ചു. ഇത് മിറാക്കിൾ ഫ്രൂട്ട്. നമ്മുടെ അജീഷ്, നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട്, അജീഷ് VC എന്ന് പറഞ്ഞിട്ട്, ചാലക്കുടി. അവൻ തന്നതാണ്. അയ്യോ അതിരപ്പള്ളിയിലല്ല, വീട് മറ്റേ ബാസന്റെ ചായയുടെ അവിടെ ചാലക്കുടി. ഇത് ലോങ് എന്ന് പറഞ്ഞാണ്. ഇത് റംബുട്ടാനാണ്. ഇതുമൊക്കെ റംബുട്ടാൻ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ചെറുനാരങ്ങയാണ്. ഇത് റംബുട്ടാനാണ്. റംബുട്ടാൻ, പിന്നെ ഇത് അബിയു, പിന്നെ മാങ്കോശി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഭംഗിയാക്കി. ഇവിടെയൊക്കെ നമുക്ക് ഇമ്രാൻ്റെ ഒപ്പം ഓടി നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ 2 ചക്കകളുണ്ട്. ചക്കയില്ല, പ്ലാവുണ്ട് കേട്ടോ. ഇത് 365 ദിവസം ചക്ക കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവർ തന്നാണ്. ഒന്നും ആയിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊരു വിയറ്റ്നാം വേരലിയാണ്. പിന്നെ ഈ വശമൊക്കെ നമ്മൾ വാഴകളായിരുന്നു ഇവിടെ നിറച്ച്. ഇവിടെ വാഴകളായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോൾ ഇത് കേട്ടോ. ഈ ബോഗമില്ലൊക്കെ വണ്ടനായി. ഇതിപ്പോൾ ഇനി വെട്ടി ഒതുക്കി ഭംഗിയാക്കണം. ഇപ്പോൾ അവർ പുല്ല് വെട്ടാൻ അടുത്ത ആഴ്ച വരും ഫുള്ള്. ഇനി ഇവിടുത്തെ കാര്യം വർഷക്കാലത്തിൻ്റെ തുടക്കമല്ലേ, അപ്പോൾ ഇനി പുല്ലൊക്കെ വെട്ടി എല്ലാ സാധനങ്ങളും വെട്ടി ഒതുക്കി നിർത്തണം. അപ്പോൾ ഇതെല്ലാം വെട്ടി കുറ്റികളാക്കി നിർത്തും ഈ ബോഗമില്ല. അപ്പോൾ അവർ ഈ ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്നാ വരാമെന്നറിയില്ല പുല്ല് വെട്ടണവർ. പിന്നെ ഇവിടുത്തെ കാര്യം പറയും. ഇതിൻ്റെ കാര്യം പറഞ്ഞു. ഇതും ചേട്ടൻ്റെ ആഗ്രഹത്തിൽ ചെയ്തതാണ്. ഇത് സജീവിൻ്റെ അനിയൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരെണ്ണം ഇരിക്കാനുള്ള സാധനം അവൻ വാങ്ങിച്ചു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി ചേട്ടനത് കണ്ടപ്പോൾ. അപ്പോൾ ഇതൊന്നും ഇല്ലടാ, ഈ മുകളിലത്തെ സാധനങ്ങളൊന്നും ഇല്ല, കൂടാറില്ല. എന്നിട്ട് അപ്പോൾ അനിലേട്ടനും നമ്മളും ഇങ്ങനത്തെ ഓരോന്ന് വാങ്ങിച്ചിട്ടു. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിൽ, ഇരിക്കാനേ പറ്റില്ല. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പണിതിട്ടുള്ളതാണ് ഈ മുകളിലിത്. ഇനി അവസാനമായിട്ട് കാണിക്കാൻ പോണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, നമ്മുടെ മീൻകുളമാണ്. ഇത് പല പല പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് ഈ സാധനം. അവസാനം ഇങ്ങനെയായി. അത് കാണിച്ചു തരാം ചേട്ടേ. ഇപ്പോൾ പ്രേക്ഷകർ സുരേഷ് ഗോപി അന്ന് നിങ്ങൾക്ക് കോടീശ്വരിൽ ചോദിച്ച പോലെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇതിലെങ്കിലൊന്ന് നിൽക്കൂ. ഇനിയിപ്പോൾ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറിണ്ടാവോ? ഇതിനി മാറില്ല. ഇനി മാറ്റങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പം ഇനി കമ്മിറ്റി തീരുമാനം എന്ന് പറഞ്ഞാൽ ഇനി പരിപാടികളൊന്നും ഇല്ല. ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചു പോണത്. അപ്പോൾ ഈ മീൻകുളം നമ്മുടെ എന്തിട്ട് പറയുക, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ടുള്ള നീന്തൽക്കുളം, നാടൻ സ്വിമ്മിംഗ് പൂളായിട്ട് മാറ്റിയില്ലോ നമ്മൾ. അപ്പോൾ അത് കാണിക്കണതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഇത് ഇന്നത്തെ പോസ്റ്റിൽ വന്നതാണ് കേട്ടോ. നമ്മുടെ സുധർമ്മൻ ധർമ്മടം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ. ആള് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയച്ചു തരും കണ്ട. ഓരോന്നൊക്കെ എഴുതി, കഥകൾ എഴുതിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് അയച്ചു തരണതാണ്. ആളുകൾക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം എത്രയാണെന്ന് കണ്ട പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കധികം എഴുതി കൂട്ടിയേക്കണം ഓരോ കാര്യങ്ങൾ. നോക്കി ഓരോന്ന് ചെയ്ത് വെച്ചാണ് നോക്കിയേ. അജൂസരി ഇൻ ലവ് അറ്റ് 22 നോക്ക്. ഇത് പാട്ട് പാടണ പോലെ പറ്റുമോ ചേട്ടന്? ഇൻ ഹരിഹർ നഗറിലത്തെ പാട്ടാണ്, ഏകാന്ത ചന്ദ്രിക. അതിന്റെ ട്യൂണുള്ളത് അതല്ലേ ഇടയിൽ വരുന്ന അനുപല്ലവി. അതാ ഞങ്ങളുടെ മെയ് 4-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നത്, 22ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആളിതൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മെയ് 4 തിടുക്കം, അന്ന് മെയ് മനം ചേർന്നപ്പോൾ കിലുക്കം. 22 പഴക്കം, ഇന്ന് ഇരുത്തം വന്നൊരു പൊരുത്തം. അലഞ്ഞൊറിഞ്ഞൊടുക്കുന്ന വസന്തം എന്നും അജുസരിഗടികൾ തന്നിണക്കം. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കണ്ണുരോ ഒല്ലുരോ എൻ്റെ കണ്ണിനു മുന്നിലോ. അങ്ങനെ ഒരു പാട്ട് ഇതാണ് തുടക്കട്ടെ. പിന്നെ ഇതിന്റെ പകുതിയോളം ഒരു ഇൻട്രോയാണ്. അതായത് ഒരു നാടകമാണ് ആൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു നാടകം നടക്കുകയാണ്. അപ്പോൾ ആ നാടകത്തിൻ്റെ പേരെന്ന് പറയുന്നത്
വിവാഹവേഗം അഥവാ വൈകാത്ത വിവാഹം, ഇതാണ് നാടകത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഭയങ്കര രസമായിട്ടാണ് ഇതിൻ്റെ ഇൻട്രോ എഴുതിയേക്കണം കേട്ടോ. അതൊന്നും ഞാൻ വായിക്കണം, ഞാൻ ഇതിൻ്റെ ഒരു 2 പേജ്, അതായത് ഇൻട്രോയിൽ ഇതിൻ്റെ ഒരു ചുരുക്കം ഞാൻ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസമായിട്ട് നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ചേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുള്ളത്, ഞങ്ങളുടെ കല്യാണം നടന്ന കാര്യങ്ങൾ, അതൊക്കെ ഞാൻ പറയുന്നുണ്ട് ആ സംഭവങ്ങൾ. അപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 49, അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ന് പറയാം, 49ാമത്തെ പെണ്ണ് കണ്ടതാണ് എന്നെ. എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് വന്ന ആലോചനയാണ് ചേട്ടൻ്റെ. അപ്പോൾ ആ സമയത്ത് ഞാൻ മാനസികമായിട്ട് കല്യാണത്തിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ ഒരു ചെക്കൻ പെണ്ണ് കാണാൻ വരുന്നു എന്ന് അന്ന് രാവിലെയാണ് ഞാൻ അറിയണേ ഇന്ന് വരുന്നുണ്ടെന്ന്. അതുവരയ്ക്കും കല്യാണത്തിൻ്റെ ഒരു കാര്യം പോലും വീട്ടിൽ പറയാറില്ല. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് 23 വയസ്സായിട്ടാണ് എൻ്റെ കല്യാണം നോക്കുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് 21 വയസ്സ് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് 2-2.5 കൊല്ലം ഉണ്ടല്ലോ കല്യാണത്തിന് എന്നുള്ളതിൽ ഞാൻ ആ മൈൻഡ് സെറ്റിൽ നമ്മൾ നടക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കാണ് ഇന്ന് പെണ്ണ് കാണാൻ വരുന്നു എന്ന്. അപ്പോൾ കല്യാണ കാര്യങ്ങളൊന്നും അതുവരെ പറയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്ക് എന്തുട്ട് ചെയ്യണ്ടതെന്ന് അറിയില്ല, എനിക്ക് ഒരു പക്വതയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, പേടി, കരച്ചിലായി, അതൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു, എത്ര പെണ്ണ് കണ്ടിട്ട് വേണം ഒരു കല്യാണം ശരിയാണ്, ഇതവർ വന്ന് വെറുതെ കണ്ടുപോട്ടെ, ഇന്നിപ്പോൾ അവരങ്ങോട്ട് കാണാൻ വരുമ്പോഴേക്കും നിന്നെ അവരെ കൂടെ അങ്ങോട്ട് പറഞ്ഞയക്കൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിതൊരു ശരിയാണല്ലോ പറഞ്ഞ പോലെ, പെണ്ണ് കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ജാതകം ചേരാൻ അങ്ങനെ എന്തെല്ലാം കടമ്പകൾ കെടുക്കണു, അങ്ങനെ വിചാരിച്ചു. അങ്ങനെ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ജാതകം നോക്കി, ചേർന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, അതും ശരിയായി. അപ്പം അപ്പം ഞാൻ നോക്കിയപ്പോൾ കല്യാണം ശരിയാവണു. അപ്പോൾ പിന്നെ ഞാൻ കുറേ ദിവസം അടുപ്പിച്ച് കരച്ചിൽ, നിരാഹാരം, വ്രതം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതുകളായിരുന്നു. അതാണ് ഇതിൻ്റെ ഇതിവൃത്തം കേട്ടാ. ഇനി ഞാനിത് വായിക്കാം, കുറച്ച് വായിക്കണല്ലോ കേട്ടാ. കർട്ടൻ ഉയർന്നപ്പോൾ, അതായത് തിരശ്ശീല ഉയർന്നു കേട്ടാ. രംഗം 1. ഒരു ശോകമുഖമായി മ്യൂസിക് അടങ്ങുന്ന പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഒരു കൊച്ചു വീട്ടിലെ കൊച്ചുമുറിയുടെ ദൃശ്യം. വെളിച്ചവിന്യാസത്തിനനുസരിച്ച് മുറിയിലെ കൊച്ചുമേശയും കസേരയും, മേശമേലെ പുസ്തകങ്ങളും കൊച്ചു റേഡിയോയും തെളിയുന്നു. ഒപ്പം മേശയ്ക്കപ്പുറം ഭിത്തിയോട് ചേർന്നൊരു കൊച്ചു കട്ടിലിൽ കിടന്നൊരു പെൺകൊച്ച് തലയണയിൽ മുഖമമർത്തി ഏങ്ങി കരയുന്ന ദൃശ്യവും ശബ്ദവും വ്യക്തമാവുന്നു. അങ്ങനെയാട്ടെ എഴുതിയേക്കണം. എനിക്ക് വേണ്ടേ, എനിക്കിപ്പോൾ തീരെ വേണ്ടേ, ഞാനിപ്പോൾ ചാവേ എന്നൊക്കെ പെൺകൊച്ച് കരച്ചിലിനിടയിൽ പറയുന്നുമുണ്ട്. കരച്ചിലിനിടയിൽ വന്നൊരു ഗ്യാപ്പിൽ മേശമേലിരുന്ന് റേഡിയോ ശബ്ദിക്കുന്നു. ആകാശവാണി തൃശ്ശൂർ. ശ്രോതാക്കളെ, അടുത്തതായി ന്യൂജൻ നാടകഗാനങ്ങൾ. പെൺകുട്ടി കരച്ചിൽ ബ്രേക്ക് നൽകി റേഡിയോ ശ്രദ്ധിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് ന്യൂജൻ ഗാനങ്ങൾ ഉയരുന്നു. ഇല്ലിമുളം കാടുകളിൽ എല്ലലം പാടി വരും തെന്നലേ, ഏതെന്നലേ, മിയാവാക്കി കാടുകളിൽ വള്ളികളിലാടിടുമ്പോൾ തെന്നല്ലേ, തെന്നി വീഴല്ലേ. പാട്ട് കേട്ടതും പെൺകൊച്ചിൻ്റെ ചുണ്ടിലൊരു മൈക്രോ പോയിൻ്റ് ചിരി വിരിഞ്ഞെങ്കിലും ആ ചിരിയെ പിച്ചിയെടുത്ത് ദൂരെ കളഞ്ഞ് പിന്നെ റേഡിയോയുടെ വോളിയത്തേക്കാൾ കൂടിയ വോളിയത്തിൽ പെൺകൊച്ച് തൻ്റെ കരച്ചിലിൻ്റെ വോളിയം കൂട്ടുന്നു. അയ്യോ വേണ്ടായേ, എനിക്കിപ്പോഴൊന്നും വേണ്ടായേ, അയ്യോ എനിക്കിപ്പോൾ തീരെ വേണ്ടായേ, ഞാനിപ്പോൾ ചാവേ എന്നൊക്കെ പറഞ്ഞ പെൺകൊച്ച് തൻ്റെ കരച്ചിലിൻ്റെ ഹൈ വോളിയത്തിലേക്ക് ആക്കുന്നതോടെ കർട്ടൻ വീഴുന്നു. രംഗം 2. ഇത് നാടകം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ കഥാപ്രസംഗം പോലെ തോന്നൂട്ടാ. കർട്ടൻ വീഴുമ്പോൾ സീൻ തദൈവ. പെൺകുട്ടി കരച്ചിലും പിഴിച്ചിലും തുടരുന്നു. തത്സമയം റേഡിയോയിൽ നിന്നും ഒരു പരസ്യഗാനം ഉയരുന്നു. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് മടക്കി കുത്താൻ ചെട്ടിയാർമുണ്ട്. ചൊടിയോടെ ഉടുക്കുവാനും മടക്കി കുത്തി അഹംഭാവം പ്രകടിപ്പിക്കാനും കുത്തഴിച്ച് ബഹുമാനം പ്രകടിപ്പിക്കാനും ചെട്ടിയാർമുണ്ട്. നാണമുള്ളവർക്ക് അരയിലൊടുക്കാനും നാണമില്ലാത്തവർക്ക് അഴിച്ച് തലയിൽ കെട്ടാനും പറ്റുന്നുമുണ്ട് ചെട്ടിയാർമുണ്ട്. മമ്മൂക്കയും ലാലേട്ടനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നുമുണ്ട് ചെട്ടിയാർമുണ്ട്. പരസ്യം കേട്ടിട്ട് പെൺകുട്ടിക്ക് കലി കയറുന്നു. അവൻ്റെ ഒരു ചെട്ടിയാർമുണ്ട് എന്നും പറഞ്ഞ് പെൺകുട്ടി കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് റേഡിയോ ഓഫാക്കുന്നു. വീണ്ടും കിടക്കയിലേക്ക് വീണ് തൻ്റെ കരച്ചിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നു. അയ്യോ വേണ്ടായേ. കർട്ടൻ വീഴുന്നു. രംഗം 3. കർട്ടൻ വീഴുമ്പോൾ സീൻ വീണ്ടും തദൈവ. പെൺകുട്ടി കരച്ചിൽ മാക്സിമം വോളിയത്തിലാക്കുന്നു. ആ കൊച്ചുമുറിയിൽ ഒരു സൗണ്ട് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കും വിധം പെൺകൊച്ചിൻ്റെ കരച്ചിൽ വരുമ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ സഖാവ് കൂർക്കഞ്ചേരി കേശവേട്ടൻ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൊതി. അച്ഛൻ്റെ സാമീപ്യം പറഞ്ഞ് കൊച്ചു തൻ്റെ കരച്ചിലിൻ്റെ ഒച്ച കൂട്ടുന്നു.
അച്ഛാ അച്ഛാ എനിക്ക് വേണ്ടച്ചാ, എനിക്കിപ്പോഴൊന്നും വേണ്ടച്ചാ. തൻ്റെ സീമന്തപുത്രി ശാരിക്കുട്ടിയുടെ ശാന്തത തീരെയില്ലാത്ത ആ കരച്ചിൽ കേട്ട് ആ പിതാവിനും വന്നു കരച്ചിലിൻ്റെ സ്റ്റാർട്ടിംഗ് ആയി. ഒരു വിതുമ്പൽ, ആ വിതുമ്പൽ കടിച്ചമർത്തി സഖാവ് കേശവേട്ടൻ കട്ടിലിരുന്നു. തൻ്റെ പുത്രിയുടെ തലയിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു, മോളെ അച്ഛൻ്റെ ശാരിക്കുട്ടി, നീ ഇങ്ങനെ കരയാതെ, നീ മുട്ട പപ്സ് കഴിച്ചാട്ടെ. മുട്ട പപ്സ് എന്ന് കേട്ടതും പെൺകുട്ടി പെട്ടെന്ന് തന്നെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കയ്യിലെ പൊടിയൊക്കെ തട്ടി ആ കൈ തൻ്റെ പിതാവിൻ്റെ നേർക്ക് നീട്ടി. തൻ്റെ പുത്രിക്ക് വന്ന ഭാവമാറ്റത്തിൽ ഞെട്ടി ആ പിതാവ് പൊതിയടങ്ങിയ തൻ്റെ കൈ ഒന്ന് പിൻവലിക്കുന്നതിന് മുൻപേ പെൺകുട്ടി തട്ടിപ്പറിച്ചിരുന്നു ആ മുട്ട പപ്സ് അടങ്ങിയ പൊതി. സഖാവ് കേശവേട്ടൻ, മോളെ തുന്തുരുവിന് ഒരെണ്ണം കൊടുക്കണേ, 2 എണ്ണം മോള് തിന്നോളൂ കേട്ടോ. പെൺകുട്ടി, ഇല്ല ഞാൻ കൊടുക്കില്ല, ഞാൻ 3 എണ്ണം തിന്നും. അനന്തരം സഖാവ് കേശവേട്ടൻ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രി ശാരിക്കുട്ടി 2 മുട്ട പപ്സുകൾ കമാന്നകത്താക്കി. പിന്നെ 3ാമത്തെ പപ്സ് പൊതിഞ്ഞ് തൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഡ്രോയറിൽ വെച്ച് പൂട്ടി ചാവി തൻ്റെ തലയിണയുടെ അടിയിൽ വെച്ച ശേഷം പിന്നെ ആ തലയിണയിൽ തന്നെ വീണ് കരയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തൻ്റെ കരച്ചിലിൻ്റെ സ്വിച്ച് ഓണാക്കി. മതിയില്ലേ? ഇതിങ്ങനെ പൂട്ടാ, ഇത് ഭയങ്കര രസം. ഞാൻ വായിച്ചിട്ട് ചത്തു. കുറേ ഉണ്ട്. പിന്നെ കല്യാണം എനിക്ക് മുടക്കിത്തരാം എന്ന് എനിക്ക് രഹസ്യമായിട്ട് വാക്ക് തന്ന മാമനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ കഥയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് ആളൊക്കെ വരുന്നുണ്ട് ഇതിൽ ക്യാരക്ടേഴ്സായിട്ട്. തുന്തുരൊക്കെ ഭയങ്കര തഗ്ഗാണ്. തുന്തുരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആള് എത്ര ദിവസങ്ങളോളം ഇരുന്നിട്ട് വേണത് ഇങ്ങനെ എഴുതി കൂട്ടണമെന്ന് ആലോചിച്ചേ. എന്തോരം നമ്മളോട് ഇഷ്ടമായിട്ടാവണം. നമുക്ക് ഇങ്ങനെ ഈ കമൻറ്റുകളിലൊക്കെ കണ്ടില്ലേ, നമ്മുടെ കമൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നീണ്ട കമൻറ്റുകളാണ്, മനോഹരമായ കമൻറ്റുകളാണ്. അപ്പം ഇത് എടുത്തിട്ട് പിന്നെ നമുക്ക് അതുകൊണ്ടാണ് ഇത് വായിച്ചേട്ടാ. ഇനി കാണിക്കാൻ പോണത് നമ്മുടെ സ്വിമ്മിങ് പൂളാണ്. ഇത് ഇവിടെ കുറേ വാഴകളും ഒരു മുരിങ്ങയ്ക്കായിരുന്നു പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കോവിഡിന്റെ ടൈമിലല്ലേ, 5 കൊല്ലം മുമ്പ്. 5 കൊല്ലത്തിൻ്റെ ടൈമിൽ തന്നെ ആ സമയത്ത് ഞാനും ജഗും കൂടിയിട്ട് ഒരു മീൻകുളം പണിയാൻ തീരുമാനിച്ചത് അവിടെയായിരുന്നു. നമ്മുടെ കുടിയിലുണ്ടായിരുന്നില്ലേ, അവിടെയായിരുന്നു. അപ്പോൾ അവിടെ കോഴിക്കോടുണ്ട്. അപ്പോൾ സരിത പറഞ്ഞു മീൻകുളം ഇവിടെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ചേട്ടാ ആ മൂലയിൽ, അതായത് കുടിയിൽ നിൽക്കുന്ന സ്ഥലത്ത് കുത്താൻ നോക്കി. അവിടെ വെട്ടുകല്ല, അവിടെ കടക്കണ്ണ എന്ന് പറയുന്ന ടൈപ്പ് കല്ലാണ്. അപ്പം അവിടെ മുന്നേ നമ്മൾ കിണർ കുത്താനൊരു ശ്രമം നടത്തിയിട്ട് 2-4 കൊല്ലങ്ങളായിട്ട് നിർത്തി വെച്ചതാണ്. പിന്നെ എന്നിട്ട് ആ കിണറൊക്കെ മൂടിക്കളഞ്ഞതാണ് നമ്മൾ സാധാ കിണർ കുത്താൻ നോക്കിയിട്ട്. അവിടെയാണ് ചേട്ടൻ കുളം കുത്താൻ അതന്നെ കൈക്കോട്ട് കൊണ്ട് കുത്താൻ പോയത്. അപ്പം ഞാൻ പറയും ഇവിടെയാണെങ്കിൽ അത് താഴും, കുളം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സജീവൻ അവിടെ ഉണ്ടാക്കി, ഇതുപോലത്തെ ഒരു പടുത കുളം ഉണ്ടാക്കിയപ്പോഴാണ് ചേട്ടന് ആവേശം കയറി. അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കണം തന്നെ ഇവിടെയാണെങ്കിൽ നടക്കും. അങ്ങനെ ഞാനും ജഗും കൂടിയിട്ട് ഇവിടെ കുത്തൽ ആരംഭിച്ച് ഞങ്ങൾ 2 പേരും കൂടി പണിത കുളമാണിത്. ഇതിൽ മീനുകളെ പിലോപ്പി പിന്നെ വാളന് വളർത്താനൊരു ഉണ്ടാക്കി തന്നെയാണ്. ഈ പടുത ഷീറ്റ് ഇട്ടിട്ട് ചെയ്തു. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ അണ്ണനും കൂടി വിളിച്ചിട്ട് കൃത്യമായിട്ട് നല്ല ഭംഗിയിലൊന്ന് അരിഞ്ഞെടുത്ത് ഭംഗിയാക്കി. JCB വന്നിട്ട് ഒരു മുരിങ്ങേര വലിയൊരു കടയുണ്ടായിരുന്നു വേര്, അത് എടുക്കാനായിട്ട് JCB വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പിലോപ്പി വാള അതൊക്കെ വളർത്തി നമ്മൾ ഇഷ്ടംപോലെ മീനുകൾ എല്ലാവർക്കും കൊടുത്തു, നമ്മളും കഴിച്ചു. നമുക്ക് മടുത്തു. പിന്നെ നമുക്ക് ഇത് തീരുമാനിക്കുകയാണിത് നമുക്ക് ഒരു നാടൻ പൂളാക്കാമെന്ന് തീരുമാനിച്ചു. നാടൻ പൂളാക്കി ആദ്യം ഞങ്ങൾ ഫിൽട്ടർ സിസ്റ്റം വെച്ചു. അത് അത്ര ക്ലിക്കായില്ല അല്ലേ സരിത? ക്ലിക്കാവാണ്ട് ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് ടാങ്കിൽ നിന്നാണ് വെള്ളം ഇതാക്കിയിട്ടുള്ളത്. 3-4 ദിവസം കൊണ്ടാണ് നമ്മൾ ചെയ്തത്. 3-4 ദിവസം കുറച്ച് സമയം അടിച്ചിട്ടിട്ട് ഇന്നത്തേക്ക് ഇത് നിറച്ചു നമ്മൾ. ഇത് പണിയാനായിട്ട് ഇത് ഈ നെറ്റ് അടിക്കാനായിട്ടും അന്ന് 65,000 രൂപ ചിലവ് വന്നിട്ടുണ്ട് മൊത്തം. അതല്ലാണ്ട് ജിനൂബാണ് ചെയ്തത്. പിന്നെ ഇത് കഴിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂള് പണിയാനായിട്ട് ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളത് വെറും 18,000 രൂപയാണ്. എത്ര 18,000 താഴെ അല്ലേ ഇപ്പൊ ചിലവായിട്ട്. ഈ ഷീറ്റ് ഈ ടാർപ്പായി വാങ്ങിച്ചു. പിന്നെ ആദ്യം മറ്റേ ആ ഷീറ്റിൽ തന്നെയാ വെള്ളം നിറച്ച് ചാടിയത് ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ഈ വെള്ളം നിറച്ചിട്ട് ഇതായിട്ട് കുടിച്ചിട്ടില്ല. അപ്പൊ ഞാനേ വെറുതെ ഡ്രസ്സൊക്കെ മാറി വന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ഇവിടെ എന്തോരം നേരം വേണമെങ്കിലും ഈ വെള്ളം കൂടി ആയി കഴിഞ്ഞാൽ പറയും വേണ്ട, മറ്റേ ചെളി വെള്ളം പോലത്തെ ആയിട്ട് തന്നെ എല്ലാവർക്കും ഇതിന്ന് കയറാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതെന്തിനാ ഉണ്ടാക്കി വെച്ചേക്കണേ? അതിൽ കൂടെ ഇറങ്ങിക്കൂടെ? എന്തിനു നല്ല വെള്ളം
ആ അവിടെ അടച്ചോ. അത് അന്നത്തെ വെള്ളം കേട്ടത്. ആ എനിക്ക് അറിഞ്ഞൂടാ അന്നത്തെ വെള്ളം അല്ലാന്ന്. കുഴൽക്കിണറിൽ ഇപ്പം അടിച്ച് ടാങ്കിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമല്ല അന്നത്തെ വെള്ളമാണ്. അത് മൊത്തം അടിച്ച് കളഞ്ഞില്ല ഇതിലുണ്ടായിരുന്ന വെള്ളം. അയ്യോ ഞാൻ ഇല്ല ഇതിനോട് സംസാരിക്കാം. കേക്കില്ല ചേട്ടാ. ചാടാൻ പോവാണോ? എനിക്ക് ചാടാൻ പേടിയാ. ചാടിയിരുന്നു ഇത് സാരി നേരെ ചെമ്പാടം തന്നെ കേട്ടോ. അടിപൊളി സാധനം. അല്ല ജഗു ചാടിക്ക. എനിക്ക് ഇനി വേണം എനിക്ക് നീന്തൽ പഠിക്കാൻ. എനിക്ക് അത് വെള്ളം കലക്ക വെള്ളം ആയതുകൊണ്ട് എനിക്ക് ഇതിൽ ഇറങ്ങാൻ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ആ അപ്പൊ അടിയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കുഴപ്പമില്ല ഇറങ്ങാനായിട്ട്. കാലും കൈയൊക്കെ കാണാം. പേടിണ്ടാവും അതന്നെ. അടിയിൽ പാമ്പുണ്ടാവുമെന്ന്. പാമ്പില്ലാന്ന് അറിയാം എന്നാലും ഒരു പേടി. ക്ലോറിന് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾ ഇത്ര അധികം വെള്ളത്തിൽ 3 സ്പൂൺ ക്ലോറിനാണ് ആകെ ഇട്ടിട്ടുള്ളത്. 5 അടി താഴ്ചയാണ് ഇതിനുള്ളത്. അതാണ് ചേട്ടാ അവിടെ നിന്ന് പറയണ കേട്ടാ. ചേട്ടൻ എന്നിട്ടാ ചേ പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പറയാം, ഏറ്റു പറയാം. ഇതിലൊരു രഹസ്യം, നമ്മുടെ ഉള്ളിൻ്റെ ഒരു രഹസ്യം ഞാൻ പറയാം. എല്ലാവരും വരാണെങ്കിലും കുളിക്കാറിറങ്ങണതിന് മുമ്പ് നമ്മൾ അതിനെ മൂത്രം പുറത്തൊഴിച്ചിട്ട് വന്നിട്ട് കുളിക്കാൻ പറയും. കാരണം ചിലർക്ക് അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന് നമ്മൾ എപ്പോഴും നോക്കണം. വെറുതെ ടെൻഷൻ അതിലേക്ക് ഇറങ്ങിക്കൂടെ? ബക്കറ്റും കപ്പും വേണം.